ഞാൻ ഉണ്ണിയേട്ടാ ഏത് ജോലിയും ഞാൻ എടുക്കും. നിങ്ങൾ പറഞ്ഞ ജോലിയൊക്കെ എടുക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയും വെയിലും പറ്റൂല. പിന്നെ ഡോക്ടർ ഇറങ്ങണം പൊടിയുള്ളടത്തൊന്നും പണിയെടുക്കരുത്. പിന്നെ പിന്നെ വിയർക്കണതും ചെറിയ പ്രശ്നമുണ്ട്. ജലദോഷം നീർക്കെട്ടൊക്കെ ഉണ്ടാവുന്നത്. വേർപ്പിന്റെ അസുഖം അല്ല, അസുഖമല്ല, അത് നീർക്കെട്ട് ഉണ്ടാവും. തലമ്മ കുറച്ച് വിയർപ്പ് വന്നാലേ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ എന്ത് പണികൾ പറഞ്ഞാലും ഞാൻ എടുക്കും. ഇനിയിപ്പോ പണിയുള്ളത് നമ്മളെ കമ്പനിയുടെ മാനേജറാക്കാം. അത് പറ്റുമോ? ആയിക്കോട്ടെ ഉണ്ണിയേട്ടാ, അത് മതി. മാനേജറായിട്ട് മതി. പക്ഷെ നിങ്ങൾ ഒരു ഉപകാരം കൂടി എനിക്ക് ചെയ്യണം. ഒരു ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ അറിയണ ഒരു അസിസ്റ്റന്റിനും കൂടി എനിക്ക് വെച്ചിരണം. ഒരു അതേ റൂമിൽ തന്നെ വേണോ? അല്ല, പുറത്ത് വേണോ? എന്റെ അസിസ്റ്റന്റ് ആവുമ്പോ ഒരു റൂമിൽ തന്നെ, അല്ല കുറച്ചപ്പുറത്ത് ഒരു കസേര. അപ്പൊ മാനേജർ ആവാൻ തയ്യാറാണ് അല്ലേ? പക്ഷെ അവിടെ ഒരു പ്രശ്നമല്ല. മാനേജർക്ക് ഒരു സെക്രട്ടറി, അത് നമ്മുടെ ഒരു ലേഡി ആയാൽ അത് മതി. നമ്മുടെ ഈ സിനിമകളിലൊക്കെ അടിപൊളി ഇംഗ്ലീഷും ഹിന്ദി. അപ്പൊ ഒരു കാര്യം അപ്പൊ ഞാൻ ഒരു മാസം സമയം കിട്ടാൻ എന്താ വെച്ചാല് അപ്പൊ അങ്ങനെ ഒരു റൂം സെറ്റപ്പ് ചെയ്യണം നമുക്ക്. അല്ല, അതിന് എ സി ഒക്കെ ഉണ്ടാവും. എ സി ഇല്ലാതെ പിന്നെ നമ്മുടെ കമ്പനിക്ക് ഒരു റെപ്യൂട്ടേഷൻ അല്ലേ? ഒരു മാസം കിട്ടണ്ടേ? അല്ല, അതിന് സെറ്റപ്പ് ആക്കാനുള്ള കുറെ ഞാൻ പെട്ടെന്ന് ചെയ്യിപ്പിക്കും. അതിങ്ങനെ ആ ലേഡീസ് ഒന്നും പറ്റില്ല. നമുക്കിപ്പോ ടീമിന്റെ അതേ ഇതിലുള്ള ഒരു ഗ്രേഡിലുള്ള അത്യാവശ്യം നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയെ തന്നെ വെക്കണ്ടേ? നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്ന കുട്ടിയായിരിക്കണം. അതൊക്കെ വേണ്ടേ? ഞാന് പാന്റും ഇൻഷേഡൊക്കെ ചെയ്തിട്ട് അത് വേണ്ടി. പിന്നെ ഞാൻ എന്നാ വേഗം പോയിട്ടേ കോട്ടും ഇതൊക്കെ ഒന്ന് മേടിക്കാണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ ഒരു മാസം നിക്കണ്ട. മാക്സിമം സ്പീഡപ്പ് ചെയ്യാം. ശരി ഉണ്ണിയേട്ടാ, ഭയങ്കര നന്ദി. ഇപ്പഴാ വിചാരിച്ചൊരു പണി. എന്തൊരു നന്ദിയാ നിങ്ങളോട്. പറഞ്ഞാൽ തീരൂല. എന്നാ ശരി. കോട്ടനോട് ഞാൻ പറഞ്ഞു മാനേജർ ആക്കാം. അത് സെക്രട്ടറിനെ വെച്ചു കൊടുക്കാം, ലേഡി സെക്രട്ടറിനെ വെച്ചു കൊടുക്കാം. അതും വിശ്വസിച്ചാണ് പോയിട്ട് എന്താ ചെയ്യുക? എപ്പോഴും ഉണ്ടല്ലോ ഇമാതിരി കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പൊട്ടന്മാരെ.